ഇന്നലെ രാത്രിയിലുണ്ടല്ലോ കിടക്കുമ്പോൾ തന്നെ അൽറിൻകുട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് എന്നെ രാവിലെ തന്നെ ഒന്നും വിളിക്കണ്ടെന്ന് കേട്ടോ. അതുകൊണ്ടുണ്ടല്ലോ ഞാൻ അവനെ വിളിക്കാതെ ഇറങ്ങിപ്പോന്നേ. ഈ ചീര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുള്ളത് ആ ചീരയാണ് കേട്ടോ. ഒറ്റ ചുവട് മതി ഒരു ദിവസത്തെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ അരിയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് അരി അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കേട്ടോ, ഗ്യാസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ. പിന്നെ ഗ്യാസ് അടുപ്പിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ട് ഞങ്ങൾ നന്നാക്കിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിന്ന് അതൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗ്യാസ് അടുപ്പ് പിന്നെ വീണ്ടും കത്താതെ ആയിരിക്കുവാണേ. അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അന്നത്തെ ദിവസം തന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്നലെ ഗ്യാസ് കിട്ടിയോണ്ട് ഇന്ന് ഗ്യാസ് അടുപ്പിൽ നിന്ന് കുറേ ദിവസമായിട്ടോ വിറകടുപ്പിലൊക്കെ കത്തിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഗ്യാസിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ അത് കത്തുന്നില്ല. നേരെ അതൊക്കെ എടുത്ത് പെറുക്കിക്കൊണ്ട് ഞാൻ കടയിലോട്ട് വന്നേ. കുറേ സമയമുണ്ടല്ലോ ആ ഗ്യാസ് അടുപ്പും കൊണ്ട് കളിച്ചത് കൊണ്ട് തന്നെ സമയം അങ്ങോട്ട് പോയി. അപ്പോൾ കട തുറക്കാനൊന്ന് കുറച്ച് ലേറ്റായി പോയേ. കടയിൽ വന്ന് നോക്കുമ്പോൾ അതിലേറെ കഷ്ടാട്ടോ. രാവിലെ തന്നെ നല്ല കാറ്റായതുകൊണ്ടുള്ള ഇലയൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടേ. അതൊക്കെ തൂത്തുവാരി പിന്നെ ആ കടേൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഫുള്ള് ക്ലീനിങ് അങ്ങോട്ട് ചെയ്തു കേട്ടോ. റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും ഒക്കെ ഡെയിലി അടിച്ച് ക്ലീൻ ചെയ്തിടണം കേട്ടോ. ഭയങ്കര പൊടിയാണ്. പിന്നെ രതീഷേട്ടന് അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൊടി തീരെ പറ്റാതെ ആയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 ബുൾസൈ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. അൽറിൻകുട്ടൻ എഴുന്നേറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കഴിഞ്ഞ ദിവസം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അത്ര കാറ്റില്ല, എന്നാലും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വിൽസൺ ചേട്ടൻ തെങ്ങേ കയറാൻ വന്നിട്ട് മടങ്ങി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് വണ്ടികളെയൊക്കെ നിർത്താൻ വേണ്ടിയിട്ടോ. ആ സമയത്തേക്കും അൽറിൻകുട്ടൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. ഹരിതകർമ്മസേനേൻ്റെ ആൾക്കാരൊക്കെ വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി ബാക്കിയുള്ളതൊക്കെ എടുത്ത് അതിലോട്ടേക്ക് ഇട്ടു. പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് ക്ലീൻ ആക്കി. രാവിലെ തന്നെ ഉണ്ടല്ലോ ഒരു 10-11 മണി വരെ നല്ല ജലദോഷവും തുമ്മലും ചീരലൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് കാലാവസ്ഥയൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഭയങ്കര തൊണ്ടവേദനയൊക്കെ ആയിരിക്കും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അതൊക്കെ അങ്ങ് റെഡിയായി വരും. പിന്നെ ഉണ്ടല്ലോ ഇന്ന് അൽറിൻകുട്ടന് സ്കൂളില്ലാത്തതുകൊണ്ട് അവനിന്ന് എൻ്റെ പിറകെ തന്നെയാണ്. അങ്ങനെ അവനെ കടയിൽ വന്നപ്പോൾ ഞാനും അൽറിൻകുട്ടനും കൂടെ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ ചന്തയിൽ നിന്ന് കിട്ട ടോയ് കൊണ്ട് കളിയോട് കളിയാണ് അവൻ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് ഉച്ചയ്ക്ക് തോരൻ വെക്കാനുള്ള പടവലങ്ങയൊക്കെ എങ്ങ് ഞുറുക്കി വെച്ചു കേട്ടോ. വീണ്ടും കാണാവേ, ബായ്.